Hi dears, welcome back. Today we are going to explore one of the most powerful poems in American literature, that is Harlem, written by Langston Hughes. നിങ്ങളുടെ അമേരിക്കൻ ലിറ്ററേച്ചറിലെ പോയം സെക്ഷനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നേ അമേരിക്കൻ ലിറ്ററേച്ചറിൽ ഒരു ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. ആ 3 വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് ചെയ്യുന്നുണ്ട് കേട്ടോ, അപ്ലോഡ് ചെയ്യുന്നുണ്ട് വൈകാതെ തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർലം എന്നുള്ള പോയാണ്. ഇറ്റ് വാസ് റിട്ടൺ ബൈ ലാങ്സ്റ്റൺ ഹ്യൂഗ്സ്. 1951 ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. ദ പോയം കണ്ടെയ്ൻസ് ഓൺലി 11 ലൈൻസ്. 11 വരികളേ ഉള്ളൂ എങ്കിലും ഇറ്റ് ക്യാരീസ് എ പ്രൊഫൗണ്ട് മെസ്സേജ് അബൌട്ട് ദ ഡ്രീംസ്, ഇൻജസ്റ്റിസ്, ഫ്രസ്ട്രേഷൻ ആൻഡ് ഹോപ്പ്. അതായത് ബ്ലാക്ക് കൾച്ചറിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബ്ലാക്സിൻ്റെ അവരുടെ സ്വപ്നങ്ങളും അവർക്കെതിരെയുള്ള അനീതികളും അവരുടെ മനസ്സിലെ ആ ഒരു ഫ്രസ്ട്രേഷനും അതുപോലെ തന്നെ അവരുടെ പ്രതീക്ഷകളും ഒക്കെയാണ്. ഇതെല്ലാമാണ് ഈ ഒരു പോയത്തിൽ തീമായിട്ട് വരുന്നത്. അതിനെക്കുറിച്ചൊക്കെയാണ് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് ഇതിൽ പറയുന്നത്. ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് തന്നെ ഒരു ബ്ലാക്ക് റൈറ്ററാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ഡിസ്ക്രിമിനേഷനെ കുറിച്ച്, അല്ലെങ്കിൽ അത് എത്രമാത്രം ഭീകരമായിരുന്നു എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ്. ആൻഡ് ദ പോയം വാസ് പബ്ലിഷ്ഡ് ഇൻ ഹ്യൂഗ്സ് പോയട്രി കളക്ഷൻ മോണ്ടേജ് ഓഫ് എ ഡ്രീം ഡിഫേർഡ്. ഈ ഒരു പോയട്രി കളക്ഷനിലാണ് നമ്മുടെ ഹാർലം എന്നുള്ള പോയം ഉള്ളത്. ഇറ്റ് റിഫ്ലെക്ട്സ് ദി എക്സ്പീരിയൻസ് ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ അന്നത്തെ ആ കാലഘട്ടത്തിൽ അവരുടെ എക്സ്പീരിയൻസ്, ബ്ലാക്സ് ആയതുകൊണ്ട് റേസിസം, ഡിസ്ക്രിമിനേഷൻ ഇതൊക്കെ അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഫ്രീഡം എന്താണ്, ഈക്വാളിറ്റി എന്താണ് എന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ അത് അവരുടെ സ്വപ്നം മാത്രമാണ്. അപ്പോൾ അത് കാരണം, ഈ റേസിസം കാരണവും ഡിസ്ക്രിമിനേഷൻ കാരണവും ഒരുപാട് എന്താ പറയുക, അവരുടെ ആ ഒരു ഡെവലപ്മെൻറ്റിനെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രസ്സിനെ തന്നെ ഇല്ലാതാക്കുന്നതായിരുന്നു ഇതെല്ലാം. അപ്പോൾ ഓരോ ബ്ലാക്സിൻ്റെ മനസ്സിലും എന്ത് ചിന്ത ഉണ്ടായിരുന്നു, എപ്പോഴാണ് അവർക്ക് ഒരു ഫ്രീഡം ഉണ്ടാവുന്നത്, അവരുടെ സ്വപ്നങ്ങൾ അത് അച്ചീവ് ചെയ്യാനായിട്ട്, അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അവർക്ക് എപ്പോഴാണ് പറ്റുക, വൈറ്റ്സിനെ പോലെ എപ്പോഴാണ് അവർക്കും ഒരു ഫ്രീഡം ഉണ്ടാവുക, ഇതിനെക്കുറിച്ചൊക്കെ എപ്പോഴും അവരുടെ മനസ്സിലെ ചിന്തകൾ ഉണ്ടായിരുന്നു. ഇനി ഇത് ഹാർലം എന്നുള്ള ടൈറ്റിൽ ഇറ്റ് റെഫേഴ്സ് ടു ദി ഫേമസ് ആഫ്രിക്കൻ അമേരിക്കൻ നെയ്ബർഹുഡ് ഇൻ ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ആ ഒരു ഏരിയ എന്ന് പറയാം. അതാണ് ഹാർലം. അതായത് ഏർലി 20th സെഞ്ച്വറിയിൽ ഈ ഹാർലം എന്ന് പറയുന്നത് ഇറ്റ് ബിക്കം ദ സെൻറ്റർ ഓഫ് ബ്ലാക്ക് കൾച്ചർ. അതായത് അവരുടേതായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഈ ലിറ്ററേച്ചർ, മ്യൂസിക്, ആർട്ട് ഇതൊക്കെ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ഹാർലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൾച്ചറൽ റിച്ച്നെസ്സിനേക്കാൾ അവർ ഇത്രയുമൊക്കെ ലിറ്ററേച്ചറിലും മ്യൂസിക്കിലും ആർട്ടിലൊക്കെ അവരുടേതായ ഒരു സിഗ്നേച്ചർ അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞുവെങ്കിലും സ്റ്റിൽ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, അവർക്കിടയിൽ പോവർട്ടി ഉണ്ട്, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ ഡ്രീം എന്തായിരിക്കും? ദ ഡ്രീം ഓഫ് അച്ചീവിങ് ഈക്വാളിറ്റി. അവരുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുക, ഈക്വാളിറ്റി കിട്ടണം. അമേരിക്കൻസിനെ പോലെ തന്നെ ഈ ആഫ്രിക്കൻസിനും വൈറ്റ്സിനെ പോലെ തന്നെ ഇവർക്കും ഈക്വൽ റൈറ്റ്സ് അവിടെ കിട്ടണം എന്നുള്ളതാണ് അവരുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഡ്രീം അത് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് അവർക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നിർത്തുക തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്കറിയാം, അവർക്ക് വൈറ്റ്സിൻ്റെ സ്കൂളിൽ പോകാൻ പറ്റില്ല, അവരുടെ ബസ്സിൽ പോകാൻ പറ്റില്ല, അവർ താമസിക്കുന്ന ആ സ്ട്രീറ്റിൽ താമസിക്കാൻ പറ്റില്ല, അവരുടെ തിയേറ്റേഴ്സിൽ പോകാൻ പറ്റില്ല, അവർ പോകുന്ന മാർക്കറ്റിൽ പോകാൻ പറ്റില്ല. എല്ലാത്തിനും ഇവർക്ക് മാത്രമായിട്ട് ഒരു ഏരിയ ഉണ്ട്. അവിടെ മാത്രമേ ഇവർക്ക് പോകാൻ പറ്റുള്ളൂ. അതേപോലെ എത്ര സമയം വരെ മാത്രമേ അവർക്ക് പുറത്തിറങ്ങാനായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ ആയിരുന്നു
അമേരിക്കയിലെ ഈ നീഗ്രോസ് അല്ലെങ്കിൽ ബ്ലാക്ക്സ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിയാലിറ്റി അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഹാപ്പൻസ് ടു എ ഡ്രീം ഡിഫേർഡ് എന്ന് വെച്ചാൽ ഒരു ഡിലേ ചെയ്യുന്ന, ഇഗ്നോർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റിയാലിറ്റിയിലേക്ക് വരാൻ സമ്മതിക്കാത്ത ഒരു ഡ്രീം, ആ ഡ്രീമിന് എന്ത് സംഭവിച്ചു? ഓരോ ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ മനസ്സിലും ഓരോ നീഗ്രോസിൻ്റെ മനസ്സിലും കുറേ അധികം സ്വപ്നങ്ങളുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഉള്ളതുപോലെ അവർക്കും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ആ ഡ്രീം എന്ത് ചെയ്യപ്പെടുകയാണ്? അത് അവർക്ക് ഡിലേ ആവണം, അത് അച്ചീവ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ എപ്പോഴാണ് ഇവർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുക, എപ്പോഴാണ് ഇവർക്ക് ഫ്രീഡം കിട്ടുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് റീഡേഴ്സിനോട് ചോദിക്കുകയാണ്. ഹ്യൂഗ്സ് സജസ്റ്റ് വെൻ പീപ്പിൾ ആർ ഫോഴ്സ്ഡ് ടു സപ്രസ് ദെയർ ഹോപ്സ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും? അവരുടെ പ്രതീക്ഷകളൊക്കെ അവർ സപ്രസ് ചെയ്യാണ്. കാരണം ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് അവർ ബോധപൂർവം അത് സപ്രസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു പോയത്തിൻ്റെ തീമായിട്ട് വരുന്നത് കേട്ടോ. ഹാർലം എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ റിഫ്ലക്റ്റീവ് പോയമാണ്. അതിൽ ഈ ഒരു സെൻട്രൽ ക്വസ്റ്റ്യൻ എന്താണ്? എപ്പോഴാണ് ഇവരുടെ ഒരു വാട്ട് ഹാപ്പൻസ് ടു എ ഡ്രീം ഡിഫേർഡ്, അതിനെന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ അദ്ദേഹം തന്നെ, ഹ്യൂഗ്സ് തന്നെ ഡയറക്റ്റായിട്ട് പറയുന്നതിന് പകരം അതിൻ്റെ പോസിബിലിറ്റീസ്, എന്താണ് ഇതിന് സംഭവിച്ചത്, എന്തായിരിക്കാം സംഭവിച്ചത് എന്നുള്ള പോസിബിലിറ്റീസിനെ കുറിച്ച് ഹ്യൂഗ്സ് തന്നെ ഈ പോയത്തിലൂടെ ആൻസർ ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആരുടെയെങ്കിലും ഒരാളുടെ, ഹ്യൂഗ്സിൻ്റെ മാത്രമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നീഗ്രോസിൻ്റെ മാത്രം ക്വസ്റ്റ്യൻ അല്ല. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡ്രീം ഓഫ് ആൻ എൻറ്റയർ കമ്മ്യൂണിറ്റി. അവിടെയുള്ള മൊത്തം ആൾക്കാരുടെ, എസ്പെഷ്യലി ആഫ്രിക്കൻ അമേരിക്കൻസ്, ഇവരുടെ ഈ ബ്ലാക്സിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാം എന്ത് ചെയ്യാണ്? ജസ്റ്റിസിന് വേണ്ടിയിട്ടും ഈക്വൽ റൈറ്റ്സിന് വേണ്ടിയിട്ടും ഒക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോയറ്റ് നമ്മളെ റീഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാണ്. എന്തിനാണ് ഇൻവൈറ്റ് ചെയ്യണത്? ടു തിങ്ക് ഡീപ്ലി അബൌട്ട് വാട്ട് ഹാപ്പൻസ് വെൻ ഹോപ്പ് ഈസ് കണ്ടിന്യൂസ്ലി പോസ്റ്റ്പോൺഡ്. നമ്മുടെയൊക്കെ പ്രതീക്ഷകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യപ്പെടുകയാണ്. നാളേക്ക് എന്ന് പറഞ്ഞ് നീട്ടിയാൽ എന്തായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ? അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം എന്ന് റീഡേഴ്സിനെ ചിന്തിപ്പിക്കുകയാണ്, ചിന്തിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്, ഇൻവൈറ്റ് ചെയ്യുകയാണ് പോയറ്റ് ഈ ഒരു പോയത്തിലൂടെ ചെയ്യണം. അപ്പോൾ ആദ്യം പറയുന്നുണ്ട് ഡ്രൈസ് അപ്പ് ലൈക്ക് റേസിൻ ഇൻ ദ സൺ. അപ്പോൾ ആ ഡ്രീം ഇറ്റ് ഡ്രൈസ് അപ്പ് ലൈക്ക് എ റേസിൻ ഇൻ ദ സൺ. റേസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേപ്സ് അല്ലേ, ഉണക്കമുന്തിരി. അപ്പോൾ അതുപോലെ ഇവരുടെ സ്വപ്നവും എന്ത് ചെയ്യപ്പെടും? അത് വെയിലിൽ ഉണങ്ങും, അതായത് അത് ഇല്ലാണ്ടാവും എന്നുള്ളതാണ് അദ്ദേഹം ഈ ഒരു ലൈൻ കൊണ്ട് മീൻ ചെയ്യണം. അപ്പോൾ ഫ്രഷായിട്ടുള്ള ഒരു ഗ്രേപ്പ് ഈ ചൂട് വെയിലത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ മോയ്സ്ചറൊക്കെ നഷ്ടപ്പെടും. പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ അത് ഡ്രൈ ആവും, ഇങ്ങനെ ചുക്കി ചുളിഞ്ഞാവും, അതിന് ആ ഒരു ലൈഫ്ലെസ് ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഡ്രീംസ്. ഓരോരുത്തരുടെയും ഡ്രീംസ് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് അത് ഇഗ്നോർ ചെയ്യാണ്. അപ്പോൾ ആ സ്വപ്നം എന്താണെന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ സ്വപ്നത്തിൻ്റെ ആ ഒരു എനർജി, അതിൻ്റെ ബ്യൂട്ടിയൊക്കെ നഷ്ടമാവും. ആൻഡ് ദെൻ പീപ്പിൾ സ്ലോലി സ്റ്റോപ്പ് ബിലീവിങ്. അവർക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇനി ഒരിക്കലും ഈ സ്വപ്നം നമുക്ക് സഫലമാവില്ല എന്നുള്ള ആ ഒരു ചിന്ത ജനങ്ങളുടെ മനസ്സിലേക്ക് വരും. ആൻഡ് അവരുടെ പ്രതീക്ഷകളും അതുപോലെ ഡിസപ്പിയർ ആവും. ഇനി അടുത്തായിട്ട് പറയുന്നത് എ സോർ ദാറ്റ് ഫെസ്റ്റേഴ്സ് ആൻഡ് ദെൻ റൺ.
ഇനി ഏതുപോലെയാണ് ഡ്രീം എന്ന് പറയുന്നത്? ഈ ഡ്രീമിനെ കമ്പയർ ചെയ്യാണ്. ഏതുപോലെയാണ്? എ സോർ ദാറ്റ് ഫെസ്റ്റേഴ്സ് ആൻഡ് ദെൻ റൺസ് എന്ന് വെച്ചാൽ എ വൂണ്ട് ദാറ്റ് ഇസ് നോട്ട് ട്രീറ്റഡ് ബിക്കംസ് ഇൻഫെക്റ്റഡ്. നമ്മുടെ കാലിലോ കയ്യിലോ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായി നമ്മളത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് കുറേ നാൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഇൻഫെക്റ്റഡ് ആവും. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും പെയിൻ കൂടും, പിന്നെ അത് പൊട്ടും, വീണ്ടും ഇൻഫെക്ഷൻ കൂടും. അങ്ങനെ അത് കൂടി കൂടി ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവായിട്ടത് മാറും. അപ്പോൾ ഈ ഒരു ഇമേജ് സജസ്റ്റ് ചെയ്യുന്നത് ഇഗ്നോർ ചെയ്യുന്ന ഡ്രീംസൊക്കെ അത് പെട്ടെന്ന് ഡിസപ്പിയർ ആവില്ല, പക്ഷെ അത് അവരുടെ മനസ്സിൽ, ഓരോരുത്തരുടെയും മനസ്സിൽ വല്ലാത്ത ഇമോഷണൽ പെയിൻ ഉണ്ടാക്കാം, ദേഷ്യം ഉണ്ടാക്കാം, അതുകൊണ്ടൊരു ഫ്രസ്ട്രേഷൻ വരാം. അവരുടെ ആ ഒരു സഫറിങ്, ഓരോ വേദനകളും അവർ അനുഭവിക്കുകയാണ്, അവരുടെ പ്രശ്നങ്ങൾ അവർ സഫർ ചെയ്യുകയാണ്. അത് അവരുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. എന്തൊക്കെയാണ്? ഇമോഷണൽ പെയിൻ ഉണ്ടാവാം, ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, സഫറിങ് ഉണ്ടാവും. ഇതൊക്കെ അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ഇനി അടുത്തത് അദ്ദേഹം ഈ ഒരു ഡ്രീമിനെ കമ്പയർ ചെയ്യുന്നത് ഡസൻറ്റ് ഇറ്റ് സ്റ്റിങ് ലൈക്ക് എ റോട്ടൺ മീറ്റ്. അതായത് റോട്ടൺ മീറ്റ്, ചീഞ്ഞ മാംസം എന്ന് പറയുന്നത് ഇറ്റ് പ്രൊഡ്യൂസ് എ ടെറിബിൾ സ്മെൽ, അല്ലേ? അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടും എന്താവും? യൂസ്ലെസ് ആവും. അതുപോലെയാണ് ഈ സഫലമാകാത്ത ഇവരുടെ സ്വപ്നം, അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യപ്പെടുന്ന ഈ ഡ്രീം എന്ന് പറയുന്നത്. ഈ ഒരു കമ്പാരിസൺ സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് നെഗ്ലക്റ്റഡ് ഡ്രീംസ് മേ ഡിക്കേ മോറലി ആൻഡ് ഇമോഷണലി. അത് അവരെ വല്ലാതെ വൈകാരികമായിട്ടും അതുപോലെ തന്നെ ധാർമ്മികമായിട്ടും ഓരോ വ്യക്തികളെയും എന്ത് ചെയ്യണു? ഇല്ലാതാക്കണോ എന്ന് വെച്ചാൽ അവരെ നശിപ്പിക്കണോ? കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ഒരു ഡിസപ്പോയിൻമെൻറ്റ് അവർക്ക് ജീവിക്കാനും പറ്റില്ല, എന്നാൽ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ആ ഒരു അവസ്ഥയിലാണ് അന്നത്തെ ബ്ലാക്ക്സ് അവിടെ അവരുടെ ലൈഫ്. അപ്പോൾ ഇൻഡിവിജ്വൽസിനെ മാത്രം, ഒരു വ്യക്തിയല്ലല്ലോ, ആ ഒരു എൻറ്റയർ സൊസൈറ്റിയും ഈ ഒരു അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം തൻ്റെ സൊസൈറ്റിയുടെ അവസ്ഥ നേരിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ്. അപ്പോൾ എന്ത് ചെയ്യാം, എൻ്റെ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യാം, അവർക്ക് ഈക്വാളിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഫ്രീഡം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്ന് ചിന്തിക്കുന്ന, അതിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു ലാങ്സ്റ്റൺ ഹ്യൂഗ്സ്. ഇനി അടുത്ത കമ്പാരിസൺ എന്ന് പറയുന്നത് ഈ ഡ്രീം എന്ന് പറയുന്നത് ക്രസ്റ്റ് ആൻഡ് ഷുഗേഴ്സ് ഓവർ ലൈക്ക് എ സിറപ്പി സ്വീറ്റ്. ഒരു സിറപ്പ്, ഈ സ്വീറ്റിൽ നമ്മളിപ്പോൾ ഷുഗേഴ്സും ഒക്കെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുമല്ലോ, അപ്പോൾ അതേപോലെയാണ്. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയും സമയം നമുക്ക് എല്ലാം ഒരു നെഗറ്റീവായിട്ട് തോന്നി. ഇത് എന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഈ സിറപ്പ് സ്വീറ്റായിട്ടും അട്രാക്റ്റീവായിട്ട് തോന്നും, പക്ഷേ ഷുഗർ സിറപ്പ് നമ്മൾ കുറച്ച് നേരം ഒന്നും ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ, അത് തണുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹാർഡാവും, അല്ലേ? അപ്പോൾ പിന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. വീണ്ടും അതിനെന്ത് ചെയ്യണം? അത് മെൽറ്റ് ചെയ്യണമെങ്കിൽ ചൂടാക്കണം, അല്ലേ? അപ്പം അതേപോലെയാണ്, ആ ഒരു സിറപ്പ് പോലെയാണ്, യൂസ്ലെസ് ആയിട്ടിരിക്കുകയാണ് ഇവരുടെ ഓരോരുത്തരുടെയും ഡ്രീം എന്ന് പറയുന്നത്. അതേപോലെ പീപ്പിൾ മേ ഹൈഡ് ദ ഡിസപ്പോയിൻമെൻറ്റ്, അവരുടെ നിരാശ, അവരുടെ സങ്കടം, ഇതൊക്കെ അവരെന്ത് ചെയ്യണു? ഹൈഡ് ചെയ്യണു. എന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ ഓക്കെ ആണ് എന്ന രീതിയിൽ അവരുടെ ലൈഫ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ എന്നാൽ അവരുടെ വിഷമങ്ങൾ മുഴുവനായിട്ടും മാറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല, ആ ഒരു അവസ്ഥ. അപ്പോൾ ഇതൊക്കെ അവരുടെ ആ ഡ്രീമിനെ ഓരോന്നായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് കേട്ടോ. ഇനി അടുത്ത കമ്പാരിസൺ എന്ന് പറയുന്നത് മേ ബി ഇറ്റ് ജസ്റ്റ് സാക്സ് ലൈക്ക് എ ഹെവി ലോഡ്. ഇനി അടുത്തായിട്ട് പറയുന്നത് എന്താണ്? ഈ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്രോച്ച് ചെറുതായിട്ടൊന്ന് മാറ്റുകയാണ്. ഒരു അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് പകരം ഹി സേസ്, പറയുകയാണ് എന്താണ്? മേ ബി ഇറ്റ് ജസ്റ്റ് സാക്സ് ലൈക്ക് എ ഹെവി ലോഡ്. ആ ഡ്രീം ഏതുപോലെ? ഒരു ഹെവി ലോഡ് പോലെ നമ്മുടെ ചുമലിൽ തന്നെ ഉണ്ടാവും.
ഒരു ദിവസം മുഴുവനും നല്ല ഭാരമുള്ള ഒരു ബാഗ് ക്യാരി ചെയ്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഷോൾഡറിന് വല്ലാത്ത വേദന ഉണ്ടാവും അല്ലേ, നമ്മൾ ടയേർഡാവും, നമുക്ക് പിന്നെ മോട്ടിവേഷൻ ഒന്നും നമ്മുടെ ഇതിൽ കയറില്ല. കുറച്ച് ദൂരം നടക്കുക, ആ ഭാരമല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. എപ്പോഴാണ് ഇതൊന്ന് ഇറക്കി വയ്ക്കുക എന്നുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് ഡിലേഡ് ഡ്രീമും. നമുക്ക് നടക്കാത്ത ഒരു സ്വപ്നം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബേർഡനായി മാറും എന്നുള്ളതാണ് ഇതിലൂടെ അദ്ദേഹം മീൻ ചെയ്യണത്. ഇനി അടുത്ത ലാസ്റ്റ് പറയുന്നത് ഹ്യൂഗ്സ് എൻഡ്സ് വിത്ത് ദ മോസ്റ്റ് ഫേമസ് ലൈൻ, ഓർ ഡസ് ഇറ്റ് എക്സ്പ്ലോഡ്? ആ ഡ്രീം ഒരു ദിവസം എന്തു ചെയ്യും, അത് പൊട്ടുമോ എന്ന് ചോദിക്കുകയാണ്. പൊട്ടുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ല, അത് പൊട്ടുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ എക്സ്പ്ലോഡ് അല്ലെങ്കിൽ ആ എക്സ്പ്ലോഷൻ എന്നുള്ളതിന് ഒരുപാട് മീനിങ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യണത്? ഇവരെല്ലാവരും ചേർന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇതൊരു വിപ്ലവമായിട്ട് മാറും, അതല്ലെങ്കിൽ ഒരു ആങ്കർ, പബ്ലിക് ആങ്കർ, പല പ്രശ്നങ്ങൾ ഈ ബ്ലാക്ക്സ് അവിടെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ കാരണം ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒരുപാട് നിരാശയും ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ മനസ്സ് തളർന്ന് ഇവർ ചിലപ്പോൾ ഓരോരുത്തരും സൂയിസൈഡിലേക്കോ ഒരു കൂട്ടാത്മഹത്യയിലേക്കോ ഒക്കെ പോവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ അവിടെ സംഭവിക്കാം. അത് കാരണം ഹ്യൂഗ്സ് വോൺ ദ സൊസൈറ്റി, സൊസൈറ്റിയെ വോൺ ചെയ്യാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് ഈക്വാളിറ്റിയും ജസ്റ്റിസും ഒക്കെ ഡിനൈ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു പെട്ടെന്ന് തന്നെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് സംഭവിക്കാം എന്ന് അദ്ദേഹം പറയണു. അപ്പോൾ ഈ ക്വസ്റ്റ്യന് ഇതുവരെയും ആൻസർ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ആവോ എന്ന് ചോദിക്കുകയാണ്. അവസാനം ഇത് എക്സ്പ്ലോഡ് ചെയ്യുമോ എന്ന ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് പോയം അവസാനിപ്പിക്കുന്നത്. കാരണം ഹ്യൂഗ്സിന് അതിനുള്ള ആൻസർ പറയാൻ പറ്റുന്നില്ല. പകരം റീഡേഴ്സിനെ ചിന്തിപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് ഇതൊക്കെ ആയിരിക്കും എന്ന് റീഡേഴ്സിനെ ചിന്തിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പോയം അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തീം എന്തൊക്കെയായിരുന്നു? ഡ്രീം ഡിഫേർഡ് എന്നതാണ് അതിൻ്റെ ആദ്യത്തെ തീം. എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ട സ്വപ്നം. പിന്നെ അവിടെയുള്ള ഇൻജസ്റ്റിസ്, കളറിൻ്റെ പേരിൽ അവിടെയുള്ള ബ്ലാക്ക്സ് നേരിടുന്ന ഇൻജസ്റ്റിസ്. ആ ഇൻജസ്റ്റിസ് കാരണം അവരുടെ മനസ്സിലുണ്ടാവുന്ന ദേഷ്യവും ഫ്രസ്ട്രേഷനൊക്കെ, അതായത് പല രീതിയിലും അവരെ ഒപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുകൊണ്ടുള്ള വിഷമം, ഇതൊക്കെയാണ് ഈ പോയത്തിൽ തീമായിട്ട് വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത് എന്താണ്? ഈ ബ്ലാക്ക്സ്, റേസിസം ആണ് ഇതിൻ്റെ തീം. അവരുടെ സ്വപ്നത്തെക്കുറിച്ചിട്ടാണ് കൂടുതലായിട്ടും ഇതിൽ പറയുന്നത്. അപ്പോൾ പോയിട്ട് ആദ്യം ഒരു ക്വസ്റ്റ്യനോട് ഇത് സ്റ്റാർട്ട് ചെയ്യണു, പിന്നെ അവരുടെ സ്വപ്നത്തെ ഓരോന്നായിട്ട് കമ്പയർ ചെയ്യണു. എന്തൊക്കെയായിട്ട് കമ്പയർ ചെയ്തു? റേസിനായിട്ട് കമ്പയർ ചെയ്തു, പിന്നെ ഇൻഫെക്റ്റഡ് സോർ പോലെ, പിന്നെ സ്പോയിൽഡ് മീറ്റ് പോലെ, അല്ലെങ്കിൽ ഡ്രൈഡ് സിറപ്പ് പോലെ ഹാർഡായിട്ട്, പിന്നെ ഒരു ഹെവി ബേർഡൻ പോലെ. എന്നിട്ട് വാൺ ചെയ്യണു അവസാനം എന്താണ്? ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, നിങ്ങളിതുപോലെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു നാൾ പൊട്ടിത്തെറിക്കും, അവിടെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോയം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ ആ സ്ട്രഗിൾസും അവർക്കിടയിലുള്ള ഇൻഈക്വാളിറ്റിയും ഇൻജസ്റ്റിസും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ മാത്രമല്ല, എവിടേക്കാണോ ഈ ഡിസ്ക്രിമിനേഷൻ ഉള്ളത് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പോയം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പോയറ്റിക് ഡിവൈസസ് നോക്കുകയാണെങ്കിൽ ഇതിൽ സിമിലി വരുന്നുണ്ട്. അതായത് കുറേ കമ്പയർ ചെയ്യല്ലേ, അപ്പോൾ അതെല്ലാം സിമിലീസാണ്. എല്ലാം ലൈക്ക് എന്ന് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പിന്നെ സിംബോളിസം ഉണ്ട്. അപ്പോൾ ഡ്രീം എന്ന് പറയുന്നത് എന്തിനെ സിംബലൈസ് ചെയ്യുന്നു? അവരുടെ ഈക്വാളിറ്റി, ഫ്രീഡം, ഇതിനെയൊക്കെ സിംബലൈസ് ചെയ്യുന്നതാണ് ഈ ഡ്രീം. പിന്നെ മിക്കതിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ, റെട്ടറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു റൈമിങ് സ്കീമൊന്നും അദ്ദേഹം കൊടുത്തിട്ടില്ല.
ഫ്രീ വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഹാർലം എന്നുള്ള ഈ ഒരു പോയത്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് ഒരു ബ്ലാക്ക് റൈറ്ററാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള എല്ലാം ഈ ഒരു തീം വരുന്ന റേസിസം, ഡിസ്ക്രിമിനേഷൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പോയത്തിൻ്റെ തീമായിട്ട് വരുന്നത്. അതേപോലത്തെ തന്നെയുള്ള ഒരു തീം തന്നെയാണ് ഹാർലം എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അടുത്ത് തന്നെ ഞാൻ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ വൈകുന്നുണ്ട്, എനിക്കറിയാം, അറിയുന്നുണ്ട് ഇത് വൈകുന്നുണ്ടെന്ന്. പക്ഷേ ആ ഒരു ടൈം കിട്ടാത്തതുകൊണ്ടും ഇത് ഒന്ന് പ്രിപ്പയർ ചെയ്ത് എന്നിട്ടൊക്കെ വേണ്ടേ ചെയ്യണമെങ്കിൽ, അപ്പോൾ വർക്കും കാര്യങ്ങളും അതൊക്കെ ആയതുകൊണ്ടാണ് ഡിലേ ആവണത്. കഴിയുന്നതും വേഗം ഞാൻ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.